ഹലോ അസ്സാം വലൈക്കും വെൽക്കം ടു യൂട്യൂബ് ചാനൽ. നമ്മൾ കാണിക്കാൻ പോകുന്നത് ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു മോര് കറിയാണ് കേട്ടോ. ഇതുവരെ ആരും ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടാവില്ല, അത്രയ്ക്ക് ടേസ്റ്റിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മോര് കറിയാണ്. അപ്പോൾ നമ്മൾ വീഡിയോക്ക് ഒന്നേ മതി ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുന്നതിൽ ഓൾ എന്നുള്ള ഓപ്ഷനും കൊടുക്കുക കേട്ടോ. എന്നാൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അതുപോലെ തന്നെ എല്ലാവരും സ്കിപ്പ് ചെയ്യാതൊന്ന് കാണാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. ഇനി നമുക്കത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ അതിനായിട്ട് ആദ്യം നമ്മളൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ബൗളിലേക്ക് നമ്മൾ ഉണക്കമുളകാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഞാനിപ്പോൾ ഇവിടെ ഒരു 10 ഉണക്കമുളക് ഇട്ടിട്ടുണ്ട്. അതിൽ 2-3 എണ്ണമൊക്കെ ചെറുതാണ്, അപ്പോൾ അതുകൊണ്ടാണ് 10 എടുത്തത്. അതിലേക്ക് നല്ല ചൂടുവെള്ളം, തിളപ്പിച്ച് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്കൊരു 5 മിനിറ്റോളം ഇതിങ്ങനെ കുതിർക്കാൻ വേണ്ടി വെക്കണം. പിന്നെ ഇങ്ങനെ മുളക് എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, നല്ല എരിവുള്ള മുളകാണെങ്കിൽ ഒരു 3-4 എണ്ണമൊക്കെ എടുത്താൽ മതി കേട്ടോ. എരിവില്ലാത്താണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ഒരു ഞാൻ ചെറുതായതുകൊണ്ട് ഒരു 10 എടുത്ത് ഒരു 6-7 എണ്ണമൊക്കെ എടുത്താലും മതി കേട്ടോ. ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കൊരു മിക്സിയുടെ ജാർ എടുക്കുക. ആ ജാറിലേക്ക് നമ്മൾ കുതിർത്ത് വെച്ച ഉണക്കമുളകില്ലേ, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. മുളകൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് വേണ്ടി വെളുത്തുള്ളിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ 2 വലിയ വെളുത്തുള്ളി ഇട്ട് കൊടുത്തത്. ചെറുതൊക്കെ ആണെങ്കിൽ ഒരു 3 എണ്ണം ഇട്ട് കൊടുക്കുക കേട്ടോ. കൂടുതലായാലും ആ വെളുത്തുള്ളിയുടെ ടേസ്റ്റ് എടുക്കുക കേട്ടോ. ചെറുതാണെങ്കിൽ 3 എണ്ണം ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി നമുക്കിത് മിക്സിയിൽ ജാറിട്ടിട്ട് ഒന്ന് അടിച്ചു കൊണ്ടുവരണം. ഒരുപാട് അങ്ങോട്ട് പേസ്റ്റ് പോലെ ആവട്ടെ, നമ്മൾ ചതച്ചെടുക്കില്ലേ, അതുപോലെയാണ് കേട്ടോ നമുക്ക് വേണ്ടത്. ഇപ്പോൾ ഞാൻ അതാ അടിച്ചു കൊണ്ടുണ്ടാ, ഇതുപോലെ വേണ്ട കിട്ടാൻ. ഒരുപാട് ഇനിയിട്ട് അരക്കരുത്. ഈ ഒരു രീതിയിൽ നമുക്ക് അരച്ചു കൊണ്ടുപോകാൻ വെളുത്തുള്ളിയൊക്കെ അരഞ്ഞ് ആ മുളകൊക്കെ ഒന്ന് ചതഞ്ഞ് സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ വേണം നമുക്ക് കിട്ടാൻ. കണ്ടില്ലേ, നമ്മൾ ചതച്ചെടുത്ത പോലെ തന്നെ വെളുത്തുള്ളിയും മുളകും കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്കിവിടെ മാറ്റി വെക്കാം കേട്ടോ. ഇനി നമുക്കൊരു പാൻ ചൂടാക്കാൻ വെക്കണം. പാൻ ചൂടായതിന് ശേഷം അവിടെ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ആ എണ്ണ ഒന്ന് ചൂടായതിന് ശേഷം നമുക്ക് കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടിയതിന് ശേഷം നമുക്ക് ഇനി വേണ്ടത് നമ്മളിവിടെ നേരത്തെ ചതച്ച് വെച്ചിരിക്കുന്ന ഉണക്കമുളകും വെളുത്തുള്ളിയില്ലേ, അതിൻ്റെ ആ പേസ്റ്റ് ഇതൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ഇതൊക്കെ ചെയ്തെടുക്കുക. ഒരുപാട് ഹൈയിലിട്ടാൽ ആ മുളക് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റൊക്കെ മാറും കേട്ടോ. അതുപോലെ തന്നെ വെളുത്തുള്ളി കൂടാതെ നിങ്ങൾ ശ്രദ്ധിക്കണം. ചെറുതാണെങ്കിൽ 2-3 എണ്ണമൊക്കെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഒരുപാട് വെളുത്തുള്ളി ഇട്ട് കൊടുത്ത് ടേസ്റ്റ് മാറും. ഇനി നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ട് ഇതൊന്ന് മൂപ്പിച്ചെടുക്കണം. ആ വെളുത്തുള്ളി ടേസ്റ്റ് ഇതൊക്കെ പോകുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. മീഡിയം ഫ്ലെയിമിലിട്ട് തന്നെ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണേ. അപ്പോൾ ഇതാ ഇവിടെ ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഞാൻ ഇട്ട് കൊടുക്കുന്നത് കുറച്ച് കറിവേപ്പില കൂടുതലിട്ടാലും കുഴപ്പമൊന്നുമില്ല. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് എന്നിട്ട് ഇതും ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഇപ്പം അതൊന്നും മഞ്ഞൾപ്പൊടിയും ആ കറിവേപ്പിലൊന്നും സെറ്റ് ആയതിനു ശേഷം നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം കേട്ടോ. ഇനി നമുക്കിവിടെ ഒരു ബൗൾ എടുക്കണം. ആ ബൗളിലേക്ക് നമ്മളിവിടെ സെറ്റാക്കി വെച്ച് ഉണക്കമുളകിൻ്റെ കൂട്ടിൽ അതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. ആ ബൗൾക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്, ഞാൻ ഇപ്പോൾ ഇവിടെ ഒരു ബൗള് തൈരാണ് എടുത്തിരിക്കുന്നത്. തൈര് നല്ല ഉപ്പിട്ട് നല്ല മിക്സ് ചെയ്ത് വെച്ചതാണ് കേട്ടോ. ഉപ്പിട്ടിട്ട് നല്ല കട്ടല്ലാതെ മിക്സ് ചെയ്തെടുത്താണ്. നിങ്ങൾക്ക് ഒരുപാട് തിക്ക് കൂടുകയെന്നുണ്ടെങ്കിൽ 1-2 ടേബിൾ സ്പൂണ് വെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഒരുപാട് വെള്ളം കൂടരുത്. നമുക്ക് ഈ കറി വേണ്ടത് ഒരു കുറുകിയ ടൈപ്പ് തിക്കായിട്ടാണ് വേണ്ടത്, ഒരുപാട് ലൂസാക്കരുത്. ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഉപ്പ് ഓൾറെഡി നമ്മൾ ഇട്ടിട്ട് സെറ്റ് ചെയ്ത് വെച്ചാണ് കേട്ടോ തൈരിൽ. ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. പെട്ടെന്ന് ടൈമില്ലാത്ത ദിവസങ്ങളിലൊക്കെ ഇതുപോലത്തെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് കേട്ടോ അത്. ഇത് കണ്ടില്ലേ, ഈ ഒരു തിക്നെസ്സിൽ വേണം നമുക്ക് കറി ഉണ്ടാക്കാൻ കേട്ടോ. ഒരുപാട് ലൂസാക്കരുത്. ഇതാണ് ഇതിൻ്റെ ടേസ്റ്റ്. അപ്പോൾ ചോറിൻ്റെ കൂടെ ഇത് ഒരു പപ്പടോ ഒരു മീനോ ഉണക്കലോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ്. എന്തെങ്കിലുമൊക്കെ ഒന്നും ഉണ്ടായാൽ മതി. കുറേ തോരനോ ഉപ്പേരികളോ വേറെ കറികളൊന്നും വേണമെന്നില്ല, നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അത്ര നമ്മുടെ വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ബൈ ബൈ, താങ്ക് യു.